സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയ വ്ലോഗർ തൊപ്പി വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വകാര്യ ബസ് ജീവനക്കാരുമായുള്ള വാക്കേറ്റത്തിന് ശേഷമാണ് ഇയാൾ തോക്കെടുത്തത്. മുജീബ് റഹ്മാൻ ചേരുകയാണ് വിവരങ്ങളുമായി. മുജീബ്, എപ്പോഴാണ് സംഭവം, എന്താണ് ഉണ്ടായത്? ഞാൻ ശരിക്കും ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴത്തേക്ക് തൊപ്പിക്കെതിരെയുള്ള വികാരം അണ പൊട്ടയാണ്. ഇവ ശരിക്കും ഇടയ്ക്കിടയ്ക്ക് എവിടെയാണ് പോകണം, ഇടയ്ക്കിടയ്ക്ക് പോകും, പിന്നെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും വിവാദം ഉണ്ടാക്കി പൊങ്ങി വരും. ആളൊരു മിടുക്കനാണ്. സുഹൃത്തുക്കളെ, ഞാൻ പൊതുവെ ഒരു സത്യസമമായ ഒരു കാര്യം പറയട്ടെ. ഇതിപ്പോ തൊപ്പി തോക്ക് ചൂണ്ടി എന്നൊക്കെ പറയുന്ന വല്ല വെള്ളം തട്ട തോക്കുമായിരിക്കും, ഇനി വല്ല എയർ ഗണ്ണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ശരിക്കും നമ്മൾ ഈ KSRTC അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സൊക്കെ പോകുന്നത് നല്ല സ്പീഡിന് അവർക്ക് ടൈമുണ്ട്. അപ്പോൾ അവരുടെ ടൈമിനനുസരിച്ച് അവർക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് പലപ്പോഴായിട്ട് നമ്മൾ സാധാരണക്കാരനായ ഒരാളുടെ വണ്ടിയിൽ ഉരസി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സംസാരം ഉണ്ടായി കഴിഞ്ഞാലോ, പയ്യന്മാരാണെന്ന് വെച്ചോ, എന്തായാലും ഇതുപോലത്തെ ഉറപ്പായിട്ട് സംസാരങ്ങളും വിഷയങ്ങളും ഉണ്ടാവില്ലേ. ഇതിപ്പോൾ തൊപ്പി എന്ന് പറഞ്ഞ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ടാണ് ഇത്രയും വിഷയമായത്. അവൻ തോക്ക് ചൂണ്ടിയെന്നും പറയുന്നുണ്ട്. പൊതുവെ ഈ ബസ്സുകാർ, ഓട്ടോക്കാർ, യൂണിയൻകാർ, ഇങ്ങനെയുള്ള കുറച്ച് ടീമായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം കുറച്ച് പവർഫുൾ ആണ്. കാരണം ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർ വരിക, ബസ് സമരം ചെയ്യുക, അവർക്ക് കുറച്ചൊരു കടുപ്പമുണ്ട്. മുതലാളിമാർ അവർക്ക് കുറച്ച് സ്ട്രോങ് ആയിരിക്കും, 2 ബസ്സൊക്കെ ഓടുന്ന ആൾക്കാരായിരിക്കും, പിന്നെ അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം പൊതുവെ അവരിങ്ങനെയുള്ള ഉരച്ചിലും പിരിച്ചിലും തട്ടലും മുട്ടലൊക്കെ വരുമ്പോൾ പൊതുവെ സംസാരങ്ങളും വഴക്കൊക്കെ വരാനുള്ളതിന് നമുക്ക് എല്ലാവർക്കും അത് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ തൊപ്പിക്കെതിരെ ഒരു വികാരം ഉള്ളത് കൊണ്ട് എല്ലാവരും കമന്റ് ബോക്സിൽ തൊപ്പിയെ തെറി വിളിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ ബസ്സുകാരന്മാരെ പറഞ്ഞത്, ബസ്സുകാരന്മാരെ പോക്ക് ശരിയല്ല, ഓട്ടോക്കാരന്മാർ ഇൻഡിക്കേറ്റർ തിരിഞ്ഞളയും, അങ്ങനെ പലതും പറഞ്ഞേ. പിന്നെ അവൻ തോക്ക് ചൂണ്ടി എന്ന് പറഞ്ഞത് അത് മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിട്ടാണ് വെടിവെപ്പിക്കാൻ പഠിപ്പിച്ചോളും. ഇവനെതിരെ ഒരു പൊതു ജനവികാരം ഉണ്ടല്ലേ.